ആണ് നമ്മളിൽ ഹൃദയത്തിൽ നമ്മുടെ ജീവന്റെ ശക്തി. ആ വിശ്വാസത്തിൽ നമ്മുടെ സകല അന്ധകാരത്തെയും പാപത്തെയും പ്രശ്നങ്ങളെയും എല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. ദാനമായി നമ്മുടെ ഒരു പ്രവൃത്തി കൂടാതെ ഈശോ ലാസറിന്റെ ഭവനത്തിൽ വന്ന്, എന്തിനാണ് ലാസറിന്റെ ഭവനത്തിൽ വന്നത്? ഈശോ മരിക്കുന്നതിന് മുമ്പ്, ഈശോ ഉയർത്തുന്നതിന് മുമ്പ് എന്താണ് ഈ മരണവും ഉയർപ്പും എന്ന് മനുഷ്യരെ പഠിപ്പിക്കണം. മരണം അത്ര വലിയ ഒന്നുമല്ല, ഉയർപ്പാണ് മരണത്തിനേക്കാൾ ശക്തം. ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ ചീഞ്ഞഴിഞ്ഞ മർദ്ദ ശരീരത്തെ അമർത്യമാക്കാനുള്ള ശക്തിയുണ്ട്. ഇത് വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇന്ന് അത്തിമരത്തിനെ പറ്റി പറഞ്ഞ പോലെ വേറൊരു അത്തിമരമാക്കി പാവം ലാസറിനെ, തന്റെ ഏറ്റവും സുഹൃത്തായ ലാസർ, ഈശോ ശിശു ഒരു ബാലനായിരുന്നപ്പോഴെല്ലാം, യുവമായിരുന്നപ്പോഴെല്ലാം ജെറുസലേമിൽ പോകുമ്പോൾ ബഥാനിയയിൽ ലാസറിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ജോസഫും മേരിയും യേശുവെല്ലാം. അങ്ങനെ അവർ ബാല്യകാല സുഹൃത്തുക്കൾ കൂടിയായി. മർത്ത, മറിയം, ലാസറൊക്കെ യേശുവിന്റെ കൂടെ കളിച്ച് നടന്നിട്ടുള്ളവരെ. എങ്ങനെ ഈ ഉയർപ്പ് കാണിച്ചു കൊടുക്കും? ഉയർപ്പ് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആരെ ഇതിനു വേണ്ടി പഠിപ്പിക്കും? നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ. അങ്ങനെയാണ് ലാസറിനെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി കർത്താവ്. അങ്ങനെ ലാസർ ഇതാ പെട്ടെന്ന് മരിക്കുമ്പോൾ പെങ്ങന്മാർക്ക് ഇത്രയും മനസ്സിലായില്ല കർത്താവിൻ്റെ പരിപാടി ഇതിന്റെ പിന്നിലുള്ളത്. പെങ്ങന്മാരുടെ നല്ല വിശ്വാസമാണ്. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ഉടനെ യേശു അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവൻ സൗഖ്യോ എന്നും പറഞ്ഞ് അവർക്ക്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അവർക്ക് ഭയങ്കര നിരാശയായിട്ടാകാം. അയൽവക്കക്കാരും എല്ലാവരും അവരെ കളിയാക്കിക്കാണ്. എവിടെ പോയി ഇപ്പൊ നിങ്ങളുടെ ആ യേശു, നിങ്ങളുടെ വലിയ സ്നേഹിതനായ യേശു, ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടത്തുന്ന യേശു നിങ്ങളെ തിരിഞ്ഞു നോക്കിയോ? ഇതല്ലേ നമ്മളോട്. നിങ്ങളെല്ലാ ആഴ്ചയിലും അയ്യപ്പസിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രശ്നമുണ്ടായി? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നത്തിന് വല്ല പരിഹാരമുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ചോദിക്കല്ലേ? എന്നമാതിരി അവര് ഒലി വിളിച്ചിട്ടുണ്ടാവും ആൾക്കാർ. അവസാനം മരിച്ചില്ലേ, അടക്കിക്കളയും. ഒരാൾ പറഞ്ഞ് നീ തോളൂ, ഞാൻ കൈക്ക് പിടിച്ചോളാം, നോക്കി പിടിച്ചെന്ന് കൊണ്ടുപോയി അടക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് സങ്കടം നിർത്താൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു അതാണ് ഒരു വിശ്വാസം. യേശു അവരോടൊപ്പം കരയുന്നവരോടെ കരയുന്ന യേശു. യേശുവിന്റെ മാനുഷികതയിൽ മുഴുവനും അവിടെ കാണിച്ചു. കരഞ്ഞു കഴിഞ്ഞിട്ട് യേശു പറയാണ്, എവിടെയാണ് അവൻ അടക്കിയിരിക്കുന്നത്? ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴും മർത്ത വിശ്വാസപ്രമാണം പറഞ്ഞു, അന്ത്യദിനത്തിൽ ശരീരത്തിൽ നിത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അന്ത്യദിനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒളിച്ചു പറയാണ്, I am the resurrection. ആ ഉയർപ്പ്, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന അവനും ആ ഉയർപ്പും ഞാനാകുന്നു. ആ യുഗാന്ത്യത്തിൽ ഉയർപ്പിക്കുന്ന ഉയർപ്പാകുന്ന ഞാൻ ഇതാ ഇന്ന് നിന്റെ ഭവനത്തിൽ. നിനക്ക് ഇപ്പോ വേണോ ഈ ഉയർപ്പ്? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ഞാൻ ഇന്ന് നിന്റെ സഹോദരനെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുമോ?
കർത്താവേ, നീ എന്ത് ചോദിച്ചാലും പിതാവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ മാർത്തായുടെ വിശ്വാസം എവിടേക്ക് മാറി? അതാണ് നമ്മുടെ വിശ്വാസം വളർത്താൻ വേണ്ടിയാണ്. ആ സംഭവത്തിലൂടെ പ്രപഞ്ചം മുഴുവനും ഇതാ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസം വളർത്തുന്നു. മാർത്ത ഒരു പെൺകൊച്ചിന്റെ വിശ്വാസത്തിലൂടെ ചീഞ്ഞഴിഞ്ഞ അവരുടെ സഹോദരന്റെ ശരീരം ഇതാ ഉയർത്താൻ പോകുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ സഹോദരന്മാരാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ വീട്ടുകാരാകാം, നമ്മുടെ ഭാര്യയാകാം. പലരിലും എന്തോ ചീഞ്ഞഴിഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധ്യമായ ഒരവസ്ഥ, നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥ, ഒരു പരിഹാരവും കാണുന്നില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവരൊന്ന് കൈമുക്കി, നിങ്ങളോ നിങ്ങളുടെ വീട്ടിലോ അങ്ങനത്തെ അവസ്ഥകളുള്ള വീശി കാണിച്ചു. എന്തോരം ഇവിടെ നമ്മൾ ഒന്നും പ്രവർത്തിക്കുകയല്ല വേണ്ടത്. മറിയം ഭർത്താവോട് പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ ദൈവമഹത്വം നീ കാണും. ആദ്യം അവൾ പറഞ്ഞു, ശരി കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും വിശ്വാസം വേണ്ടി പറഞ്ഞതല്ല തോന്നേ. പക്ഷേ വിശ്വാസം കൊടുത്തു കർത്താവ്. എവിടെയാണ് അവൻ അകറ്റിയിരിക്കുന്നത്? നടക്കുക. അത് കഴിഞ്ഞാൽ കല്ലെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് കാര്യമായിട്ട് പറഞ്ഞാൽ, കർത്താവേ കാര്യമായിട്ട് പറഞ്ഞാണോ? ഇവൻ ഇപ്പം 4 ദിവസമായി ചീഞ്ഞടഞ്ഞ് ദുർഗന്ധം വന്നിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ. ഇപ്പോ വിശ്വാസം സ്ഥിരീകരിച്ചു. അതാണ് മാമോദീസായി, അതിനുശേഷമുള്ള കൺഫർമേഷൻ, സ്ഥിരീകരണ സംസ്കാരം, സ്ഥിരീകരണ ഉദാശ. മാമോദീസായിലൂടെ നമുക്ക് വിശ്വാസം കിട്ടി. ഇപ്പോ ഭർത്താവ് പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ അയ്യോ ഇപ്പോ ചീഞ്ഞളിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമാത്രം കാണും. ആ വിശ്വാസത്തെ അകട്ടിട്ട് ഇനി ഒരിക്കലും നടക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ഇനിയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള ആന്തരികത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചീഞ്ഞളിഞ്ഞ മനുഷ്യ ശരീരത്തിന് മധ്യമായ ശരീരത്തിന് അമർത്യമാകുന്ന ദൈവത്തിന്റെ സർവാധിപ ശക്തിയുടെ പ്രവാഹം അവരുടെ വിശ്വാസത്തിലൂടെ ചീഞ്ഞളിഞ്ഞ അവരുടെ ശരീരത്തിൽ ഈശോ അവരോട് പറയുകയാണ്, പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ എല്ലാം ചെയ്യും. നിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ പ്രാർത്ഥന